ഇപ്പം ഇ ഒരു പേടി എന്നുള്ള രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ തെരഞ്ഞെടുപ്പോടെ എടുത്തപ്പോൾ എപ്പോഴും സംസാര വിഷയമായ ഒരു കാര്യമായിരുന്നല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ഛത്തീസ്ഗഡിൽ ഇ ശരിക്കും കൃത്യമായ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു മഹാദേവ് ആപ്പ് എന്ന് പറഞ്ഞ സംഭവം. എന്താണ് ഈ മഹാദേവ് ആപ്പും BJPയും അതുമായി ബന്ധപ്പെടുത്തി BJP നേടിയ എങ്ങനെയാണ് അതിൽ നേട്ടം കൊയ്തത്? BJP നേട്ടം കൊയ്തു എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനകത്ത് BJP എത്രത്തോളം കുറ്റം പറയാനൊന്നും പറ്റില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം BJP സംബന്ധിച്ചിടത്തോളം അവർ ED ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന ന്യായം രാജ്യത്തെ അഴിമതി വിരുദ്ധമാക്കണം, അഴിമതി കാണിക്കുന്നവരെയൊക്കെ ജയിലിലാക്കണം എന്നുള്ളതൊക്കെയാണ്. പക്ഷെ പ്രതിപക്ഷത്തെ വെച്ച് നോക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ പ്രതിപക്ഷത്തെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഭരണപക്ഷത്തുള്ള എല്ലാ ആൾക്കാരെയും അവർക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാം, പക്ഷേ പ്രതിപക്ഷത്തിനെതിരെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റ് ആണ്. ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഇനി ഏത് കേസ് വന്നാലും അവർ പറയുന്നത് അത് ED അവർക്കെതിരെ ഉപയോഗിച്ചു എന്നാണ്. ഭരണപക്ഷത്തിൻ്റെ കേസിൽ അവർ രാഷ്ട്രീയപരമായി ഉപയോഗിച്ചാലും അവസാനം അവർ മുന്നോട്ട് വെക്കുന്ന ന്യായം രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ഇത് അവരായിട്ടൊന്നും ചെയ്യുന്നില്ല, സാധാരണ പ്രൊസീജിയറാണെന്നുള്ളതാണ്. അത് ഓരോരുത്തരുടെ ബയാസ് അനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ളത് എടുക്കുക എന്നുള്ളതാണ്. ഈ മഹാദേവ് ആപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2 ഛത്തീസ്ഗഡ് സ്വദേശികൾ രവി ഉപ്പാലും ചന്ദ്രക്കാറും ചേർന്ന് തുടങ്ങിയ ഒരു ആപ്ലിക്കേഷനാണ് മഹാദേവ് ആപ്പ് എന്ന് പറഞ്ഞത്. അപ്പം ഈ മഹാദേവ് ആപ്പ് ഒരു ബെറ്റിംഗ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു അംബാസഡറായിട്ട് ഒരുപാട് ബോളിവുഡ് സെലിബ്രിറ്റീസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഈ ബെറ്റിംഗ് ആപ്പ് അവരുടെ കൂടുതലും പ്രവർത്തനമൊക്കെ വാട്സാപ്പ് വഴിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജുകൾ അയക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ED ഇവരെ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നടത്തിയ കുറേ ലാവിഷായിട്ടുള്ള ദുബായിലൊക്കെ ഇവർ വലിയ വെഡ്ഡിങ് പാർട്ടികളും അതേപോലെ ഭയങ്കര എക്സ്ട്രാവഗൻ്റ് ആയിട്ടുള്ള പാർട്ടികളൊക്കെ നടത്തുമ്പോഴാണ് ED അവരെ ശ്രദ്ധിക്കുന്നതും ഒക്കെ. അപ്പം കഴിഞ്ഞ 5 വർഷം അവിടെ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ മന്ത്രിസഭ നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഈ മഹാദേവ് ആപ്പിൻ്റെ പ്രശ്നങ്ങൾ വരികയും അതിനെതിരെ തീരുമാനങ്ങളൊക്കെ കേസും കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം വരുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഹാദേവ് ആപ്പിൻ്റെ ചേർന്നുള്ള അഴിമതിയിൽ അന്നത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയും ഇടപെട്ടു എന്നാണ് EDയുടെ ചാർജ് ഷീറ്റിൽ പറയുന്നത്. സ്വാഭാവികമായിട്ടും അയാൾ അതിനെ പ്രതിരോധിക്കുന്നത് ഇത് രാഷ്ട്രീയപരമായ നേട്ടം കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്, അത് ലോക്സഭ ഇലക്ഷൻ വരുന്നു, അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ളതാണ് അയാളുടെ മുന്നോട്ട് വെക്കുന്ന ന്യായം. ഇതൊന്നും നമുക്ക് ഇതിലെ ഏത് ഭാഗത്താ സത്യം എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അയാൾ കള്ളനായിരിക്കാം, ചിലപ്പോൾ ഇത് രാഷ്ട്രീയപരമായി ഇതായിരിക്കും. പൊതുജനത്തിന് അതിന് കാര്യങ്ങളൊക്കെ ഭാവിയിലേ അറിയാൻ പറ്റുള്ളൂ. അതാണ് ഇങ്ങനെയുള്ള കേസുകളുടെ പ്രശ്നം. ഈ മഹാദേവ് ആപ്പിൻ്റെ വേറൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിട്ടിയ പൈസ മുഴുവൻ അവർ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ആണ് അവർ ആ പൈസ നിക്ഷേപിച്ചതെന്നും അങ്ങനെ സ്മോൾ ക്യാപ് ഫണ്ടിലൊക്കെ വലിയൊരു ബബിൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ് മഹാദേവ് ആപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അതുപോലെ തന്നെ BJP അവിടെ അടുത്ത് പറ്റിയൊരു സംഭവമാണ് രാമൻ്റെ അമ്മയുടെ നാട് എന്നുള്ളൊരു സംഭവം. അതെ, അത് എങ്ങനെയാണ് അതിൻ്റെ? അത് ഉത്തർപ്രദേശിനോട് ചേർന്ന് നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ്. അപ്പം നമുക്കറിയാം BJPയുടെ ഈ ഇലക്ഷൻ്റെ അവരുടെ പ്രധാനപ്പെട്ട ആയുധങ്ങളിലൊന്ന് അയോധ്യയാണ്. അയോധ്യ അവർക്കുണ്ടാക്കി കൊടുത്തിരിക്കുന്ന രാഷ്ട്രീയമായ മൈലേജ് വളരെ വലുതാണ്. അപ്പോൾ ഓരോ സംസ്ഥാനത്ത് ചെല്ലുമ്പം ആ സംസ്ഥാനത്ത് എങ്ങനെയാണ് അയോധ്യ വിഷയമായിട്ട് കൂട്ടിക്കെട്ടുക എന്നുള്ളതാണ് അവർ നോക്കുന്നത്. പ്രത്യേകിച്ചും അമിത്ഷായുടെ റാലിയിലൊക്കെ എങ്ങനെ കാണാം. അപ്പോൾ ഛത്തീസ്ഗഡിൽ മോഡി പ്രസംഗിക്കുന്നത് ഞാൻ അവിടെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. മോഡി കഴിഞ്ഞ അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ പ്രസംഗിച്ചപ്പോൾ അമിത്ഷാ പറഞ്ഞത് ഇത് രാമൻ്റെ അമ്മയുടെ വീട് ഛത്തീസ്ഗഡിലാണ് എന്നുള്ളത്. അതായത് രാമൻ്റെ അമ്മ വീട്ടിലേക്ക് എന്നുള്ള ആൾക്കാരെ രാംലല്ല എന്നാണല്ലോ പറയുന്നത്. രാമനെ കാണിക്കാനായിട്ട് ഒരു രാംലല്ല ദർശൻ യോജന ഒരു സാധനം ഗവൺമെൻറ് കൊണ്ടുവരും. അങ്ങനെ ഇവിടെയുള്ളവരെ എല്ലാം രാമനെ കാണിക്കാൻ കൊണ്ടുപോകാം. ഇങ്ങനെയൊക്കെയാണ് ഇലക്ഷൻ റാലിയിൽ സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാ ഇലക്ഷൻ റാലിയിലും ഈ പറഞ്ഞ പോലെ ED സംസാരം വരും, അതുപോലെ മോഡി രക്ഷകനായ കാര്യങ്ങളൊക്കെ വരും. അതിൻ്റെ കൂട്ടത്തിൽ എല്ലാത്തിൻ്റെയും കൂട്ടത്തിലും ഈ പറഞ്ഞ പോലെ രാമനുമായിട്ടും അയോധ്യയുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും കൊണ്ടുവരും. അതൊക്കെ അവരുടെ രാഷ്ട്രീയപരമായി അത് കൈകാര്യം ചെയ്യാൻ അവർക്കറിയാം. നല്ല രീതിയിൽ പ്രസംഗത്തിൻ്റെ കൂട്ടത്തിൽ അവർ മിക്സ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ ഛത്തീസ്ഗഡിലും ഈ ഉത്തർപ്രദേശിനോട് ചേർന്ന് നിൽക്കുന്നതായതുകൊണ്ട് സത്യത്തിൽ അതിൽ വല്ല വാസ്തവമുണ്ടോ? ഈ രാമൻ്റെ അമ്മ ഛത്തീസ്ഗഡ് തന്നെയാണ്? അതിൻ്റെ അകത്ത് യാതൊരു വാസ്തവം ഇല്ലാന്ന് നമുക്കറിയാം. എന്തെങ്കിലും തെളിവുകൾ ഉണ്ടായിട്ടാണോ അമിത്ഷാ ഈ സാധനം അങ്ങനെ പറയുന്നതെന്നൊക്കെ? അല്ല, അതൊക്കെ കഥകളാണ്. അപ്പം അവിടെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഈ നാട്ടിലുള്ള ജഡായി പാറ അങ്ങനെ മറ്റേ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അതേപോലെ എല്ലാ സ്ഥലത്തും രാമേശ്വരം അങ്ങനെ പറയുന്ന പോലെ എല്ലാ സ്ഥലത്തും എന്തെങ്കിലും ഉണ്ടാവും. ഓരോ സ്ഥലത്തെ രാഷ്ട്രീയ നേതാക്കൾ അത് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പം അണ്ണാമല തമിഴ്നാട്ടിൽ അത് ഞാൻ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതായത് ദശരഥൻ തമിഴ്നാട്ടിൽ വന്ന്
പ്രാർത്ഥിച്ചതിന് ശേഷമാണ് രാമൻ ഉണ്ടായതെന്നുള്ളത്. അതേപോലെ ഓരോരുത്തർക്ക് വേണമെങ്കിൽ അവിടെ നാട്ടിലുള്ള രാമനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ഥല പേര് കൊണ്ട് ഐതിഹ്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തിങ്ങനെ ഉപയോഗിക്കാം. അപ്പൊ അതിൽ ആളുകൾ വീഴുന്നതനുസരിച്ചിരിക്കും അവരുടെ കാര്യങ്ങളൊക്കെ. ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പം അമിത്ഷാ അത് പറഞ്ഞില്ലെങ്കിലും ഛത്തീസ്ഗഡിൽ അയോധ്യയോടൊരു വികാരം ഉണ്ടാവും. എന്നാലും അത് പറയാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഛത്തീസ്ഗഡിൽ ഇത്തവണ ഛത്തീസ്ഗഡിൽ ഇപ്പം അവിടെ കോൺഗ്രസ് ആയിരുന്നല്ലോ ഭരിച്ചിരുന്നത്. അപ്പൊ കോൺഗ്രസിന്റെ ഈ തൊട്ടടുത്താണ് അവിടെ ഇലക്ഷൻ നടന്നത്. ആ ഇലക്ഷനിൽ അവരാണ് ജയിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് അയോധ്യ ഇതിന്റെ വരുന്നത്. 2018 വരെ കോൺഗ്രസ് ആയിരുന്നു അവിടെ. അതെ. തൊട്ടടുത്ത് ഇതിൽ വന്നത് 2019 ഇപ്പൊ ഇവിടെ 2023 നടന്ന 2019 BJP ആയിരുന്നു. അതെ, മറ്റേ ലോക്സഭ ഇലക്ഷൻ. അതെ, ഞാൻ പറഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നത്. 2-3 മാസങ്ങൾക്ക് മുമ്പാണ് അവിടെ ഇലക്ഷൻ കഴിഞ്ഞത്. അപ്പൊ അപ്പോഴും BJP ആണ് ജയിച്ചത്. അപ്പൊ തരംഗം ഓൾറെഡി അവിടെ ഇതാണ്. ഈ രാമൻ തരംഗം രാമൻ BJP മോദി തരംഗം ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ എന്തായാലും ലോക്സഭാ സീറ്റുകളിലൊക്കെ അവിടെ BJP തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സംസ്ഥാനം എന്ന് പറയാം മഹാരാഷ്ട്രയെ. കാരണം 48ഓളം സീറ്റുകളുള്ള ഒരു സംസ്ഥാനം. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭരണം ആര് ഭരിക്കണമെന്ന് നിർണ്ണയിക്കുന്ന ഒരു സ്റ്റേറ്റാണ് മഹാരാഷ്ട്ര. ആ മഹാരാഷ്ട്രയുടെ ഒരു പൾസ് എഴുതിയപ്പോൾ മഹാരാഷ്ട്രീയ വാഷിംഗ് മെഷീൻ എന്നൊരു ടൈറ്റിലാണ് അഭിലാഷ് ഇട്ടേണ്ടത്. എന്താണ് അതിലൂടെ എന്താണ് അർത്ഥം പറയാൻ ശ്രമിക്കുന്നത്? മഹാരാഷ്ട്രീയ വാഷിംഗ് മെഷീൻ ഞാൻ ഉദ്ദേശിച്ചത് മഹാരാഷ്ട്ര മാത്രമല്ല, ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ഒരു രാഷ്ട്രീയ സമവാക്യത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തത്. ഈ വാഷിംഗ് മെഷീൻ എന്ന് അത് ഉപയോഗിച്ചത് മഹാരാഷ്ട്രയിൽ തന്നെ വളരെ സീനിയർ ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവായിട്ടുള്ള NCPയുടെ ശരത് പവാറാണ് പറഞ്ഞത് BJP ഒരു വാഷിംഗ് മെഷീനാണ് എന്നുള്ളത്. പുള്ളി അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിലിരിക്കുന്ന ആൾക്കാർക്കെതിരെ BJP ഒരുപാട് അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതേസമയം BJPയിലേക്ക് വന്നു കഴിയുന്നതോടെ അഴിമതി ആരോപണങ്ങൾ ഇല്ലാതാകുന്നു എന്നാണ്, കറ കളഞ്ഞു കൊടുക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഉദ്ദേശിച്ചത്. ഞാനത് മഹാരാഷ്ട്രീയ വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞത് ഇന്ത്യയിലെ മൊത്തത്തിൽ ഇത് കാണാം. മഹാരാഷ്ട്രയിലും ഇതിൻ്റെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. പ്രത്യേകിച്ചും ശരത് പവാറിൻ്റെ കേസിൽ തന്നെ നോക്കുകയാണെങ്കിൽ ശരത് പവാർ കോൺഗ്രസ്സുമായിട്ട് സോണിയാഗാന്ധിയുമായിട്ട് പിണങ്ങിയിട്ടാണ് NCP നാഷണൽ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി രൂപീകരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിന് വളരെ സാന്നിധ്യം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു മഹാരാഷ്ട്ര. ഇപ്പോൾ അവരവിടെ ഒട്ടും സ്വാധീന ശക്തിയല്ല. NCP അതേസമയം കോൺഗ്രസുമായിട്ട് പിണങ്ങിയും NCP ശരത് പവാറിൻ്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായ ഒരു സാന്നിധ്യ ശക്തിയാണ് അവിടെ. അപ്പോൾ അതേപോലെ തന്നെ മറ്റൊരു പാർട്ടിയാണ് ശിവസേന എന്ന് പറയുന്നത്. ശിവസേന എന്ന് പറയുന്നത് ഒരു ഹിന്ദുത്വ പാർട്ടിയാണ്. എന്നാൽ അതേസമയം ഒരു BJP അല്ല. അവർക്ക് അവരുടെ കൂടുതലും പ്രശ്നം മണ്ണിൻ്റെ മക്കൾ വാദമാണ്. മറാത്തികൾക്കാണ് മഹാരാഷ്ട്ര. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ അവരുടെ അവസരങ്ങൾ തട്ടിയെടുക്കുന്നു എന്നുള്ള ആ ഒരു വികാരത്തിൻ്റെ പുറത്താണ്. അത് ഊതി കത്തിച്ചിട്ടാണ് ഈ ബോംബെയിൽ 90കളിലൊക്കെ ഈ ബാൽ താക്കറെയും അവരുടെ കുടുംബ പൊളിറ്റിക്സും ഒക്കെ വരുന്നത്. അങ്ങനെയാണ് ശിവസേന വരുന്നത്. അപ്പം ഈ ശിവസേനയിലെയും NCPയിലെയും അടുത്ത തലമുറയിലെ ഒട്ടുമിക്ക നേതാക്കൾക്കെതിരെ ഒരിക്കൽ BJP അവിടെ വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം അവരൊക്കെ ഇപ്പോൾ BJPക്കൊപ്പമാണ്. ഈ അഴിമതി ആരോപണങ്ങളൊക്കെ BJP മറക്കുന്നു, അവരുടെ കൂടെ കൂടുന്നു. അതേസമയം മറ്റു രാഷ്ട്രീയ ഇപ്പോഴും പ്രതിപക്ഷത്തിരിക്കുന്നവർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തൻ്റെ കൂടെ നിൽക്കുന്നത്, അതായത് അപ്പുറത്ത് നിൽക്കുമ്പം ED, ഇപ്പുറത്ത് നിൽക്കുമ്പം മോഡി എന്ന് പറയുന്നുള്ള രീതിയിലേക്ക് രാഷ്ട്രീയം പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിലാണ് ശരത് പവാർ അത് ഉന്നയിച്ചത്. അപ്പോൾ ശരത് പവാറിൻ്റെ കൂടെയുള്ള അജിത് പവാർ, അദ്ദേഹം ഇപ്പോൾ BJPയുടെ കൂടെ പോയിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ 70,000 കോടിയുടെയോ 7,000 കോടിയുടെയോ അങ്ങനെ എന്തോ ഒരു വലിയ സ്കാം ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം ഇല്ല എന്നാണ് പുതിയ വാർത്തകളൊക്കെ. ED കേസുകളും കാര്യങ്ങളൊക്കെ, ED CBI കേസുകളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഏക്നാഥ് ഷിൻഡെയാണ് ഇപ്പം, അദ്ദേഹം നേരത്തെ ശിവസേനയിലെ ഉണ്ടായിരുന്നു. ഉദ്ധവ് താക്കറെ ആയിരുന്നു ശിവസേന, അവരായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്തൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ NCP എന്ന് പറഞ്ഞ പാർട്ടി ആദ്യം കോൺഗ്രസിൻ്റെ കൂടെയായിരുന്നു, BJPയും ശിവസേന ഒരുമിച്ച്. അങ്ങനെയാണ് അവരൊരു ഇലക്ഷനെ നേരിട്ടത്. അപ്പോൾ സീറ്റിലെ തർക്കത്തിൻ്റെ പ്രശ്നം വന്നപ്പോഴത്തേക്ക് ശിവസേന അവരോട് പിണങ്ങി, BJPയോട് പിണങ്ങി. അതേസമയം ആർക്കും ഒരു ഭൂരിപക്ഷം ഇല്ലാത്തൊരവസ്ഥ വന്നു. അപ്പോൾ NCP BJPയുടെ കൂടെ പോയി അവിടെ ഒരു ഭരിക്കാൻ തുടങ്ങി. 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് NCP അവിടുന്ന് നിർത്തി തിരിച്ച് ഇപ്പുറത്ത് വന്നു. അപ്പം ഇലക്ഷനെ നേരിട്ടപ്പം NCP BJPക്ക് എതിരെയായിരുന്നു, ശിവസേന അപ്പുറത്തായിരുന്നു. 3 ദിവസം BJPയുടെ കൂടെ ഇരുന്നു. അതിനുശേഷം അവർ വീണ്ടും തിരിച്ചു വന്ന് NCPയും കോൺഗ്രസും ശിവസേനയും കൂടെ ഒരു സഖ്യം ഉണ്ടാക്കി അവർ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
അപ്പൊ BJP മാത്രം പ്രതിപക്ഷത്ത്, ബാക്കിയുള്ളവരെല്ലാം ഭരണപക്ഷത്ത് എന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്നാണ് ഒട്ടുമിക്ക MLA-മാരും ചാടിച്ചുകൊണ്ട് ഈ അജിത് പവാറും ഏക്നാഥ് ഷിൻഡെയൊക്കെ അപ്പുറത്തെ സൈഡിലേക്ക് പോയത്. അപ്പൊ അജിത് പവാറിന് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനമൊക്കെ കൊടുക്കുന്നു, ഷിൻഡെ ഭരിക്കുന്നു. അങ്ങനെ എങ്ങനെയാണോ ഒരു രാഷ്ട്രീയ പാർട്ടിയെ തന്നെ വിഴുങ്ങി അപ്പുറത്തേക്ക് കൊണ്ടുവന്നതിന്റെ ഉദാഹരണമാണ് മഹാരാഷ്ട്രയിൽ കാണാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ അവരിതുവരെ ചെയ്തിട്ടുള്ള അഴിമതികളോ എല്ലാം അവർ മായ്ച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പൊ അഴിമതിയുടെ കറ കളഞ്ഞു കൊടുക്കുന്ന മെഷീനായിട്ട് മാറുന്നു. അപ്പൊ ഇങ്ങനെ ഒരു കേസ് വരുന്നതുകൊണ്ടാണ് നേരത്തെ ഛത്തീസ്ഗഡിലെ കേസും ഒക്കെ വരുമ്പം അല്ലെ കാണാൻ വരുന്നത്. അപ്പൊ അപ്പുറത്ത് നിൽക്കുമ്പം നിങ്ങൾ എല്ലാ അഴിമതികാരും, നമ്മൾ ആസാമിലും അത് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, ഹിമന്തിന്റെ കാര്യത്തിലും പറഞ്ഞായിരുന്നു, നമ്മൾ അഴിമതി ആരോപണം ഉന്നയിക്കുന്നു, അയാൾ ഇങ്ങോട്ട് വരുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെപ്പറ്റി മറക്കുന്നു. അപ്പൊ അവിടെയാണ് ആളുകൾക്ക് BJP-യുടെ ഇതിനെ ഒരു രാഷ്ട്രീയ രീതിയിൽ അത് ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു ആരോപണം ശക്തമാണ്. അല്ലെങ്കിൽ നിങ്ങൾ അവരെ എടുക്കരുത്. അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പുരോഗതിയാണ് എന്നുള്ളത്, അതാണ് നിങ്ങൾ ആൾക്കാരുടെ മുന്നിലേക്ക് വെക്കുന്നതെങ്കിൽ നിങ്ങൾ പറയുന്ന കേസ് എന്ന് നിലനിൽക്കണം. അപ്പോൾ പുതിയൊരാൾ വരികയാണെങ്കിൽ വേണ്ട എന്ന് പറയണം. അങ്ങനെ പറയുന്നില്ല. ഇപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടിയെ പോലെ അവരും അഴിമതി ചെയ്യുന്നുണ്ട്, അവരെ സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഏത് കേസിലും അത് കാണാം. യെദ്യൂരപ്പയുടെ കേസിലും കർണാടകയിലും എല്ലാ സ്ഥലങ്ങളിലും അത് കാണാൻ പറ്റും. ഓക്കെ.